ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷവർമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ. പക്ഷെ പുറത്തു നിന്നുള്ള ഷവർമ കുട്ടികൾക്ക് കൊടുക്കാൻ പലപ്പോഴും നമുക്കൊരു പേടിയുണ്ടാവും. കാരണം ഇതുപോലെ പ്രശ്നക്കാരനായ ഒരു ജങ്ക് ഫുഡ് വേറെയില്ല. അത്രയും അധികം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലെ ഷവർമ കാരണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നമ്മുടെ കിങ്ങിണിക്കുട്ടിക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഹെൽത്തി ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. രുചിയിൽ ഒരു കുറവും വരാതെ നമ്മുടെ മക്കൾക്ക് ധൈര്യമായി കൊടുക്കാൻ പറ്റുന്ന ഈ ഷവർമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഞാൻ ദേ ഇതുപോലത്തെ ബോൺലെസ് പീസുകളാണ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ചിക്കന്റെ ചെസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതാണ്. ഇനിയിപ്പോ ബോൺ ഉള്ള പീസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ അത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ പിച്ചിപ്പറിച്ച് എടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ പീസുകൾ ഇത്രയും ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഇടികല്ല് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മസാലാസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് സ്പൈസി ആയിരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയാണ്. മാത്രമല്ല ഷവർമയുടെ ആ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടുന്നതിന് നമ്മൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും മാത്രമുള്ളതാണ് ആ ഒരു ടേസ്റ്റ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആയാലും പ്രശ്നമില്ല. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആവും. ഇതല്ലാതെ നമുക്ക് എയർ ഫ്രൈയിലും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിലും ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് റുമാലി റൊട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഈ ഒരു കപ്പിൽ 1.25 കപ്പ് ആട്ടയും, അതായത് നമ്മുടെ ഗോതമ്പ് മാവും, 1.25 കപ്പ് മൈദയും എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ പഞ്ചസാരയും നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു അളവിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത്, അതായത് ഒരുപാട് ലൂസ് ആവാണ്ട് കുറച്ച് കട്ടിക്ക് കിട്ടുന്ന ടൈപ്പിൽ കുറച്ച് വെള്ളം, ഇത്ര വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രുചിയുടെ ഒപ്പം അവരുടെ ആരോഗ്യം കൂടി നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ കുബൂസ് പൂർണ്ണമായും ഒഴിവാക്കി റുമാലി റൊട്ടി ഉണ്ടാക്കിയത്. റുമാലി റൊട്ടി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ചപ്പാത്തിയിലും ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഡിന്നർ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ ആണ്. മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ മൈദയുടെ പൊടിയാണ് പരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഷവർമ സാധാരണയായിട്ട് ഞാൻ കഴിക്കാറുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും കൂടുതലും കുബൂസിലെ ഷവർമയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ട് കൊടുക്കാനായിട്ടല്ലേ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റുമാലി റൊട്ടി ഉണ്ടാക്കാമെന്ന് കരുതിയത്. റുമാലി റൊട്ടിയിലും മൈദ ആഡ് ആവുന്നുണ്ട്, പക്ഷേ പകുതി ഗോതമ്പും പകുതി മൈദയാണല്ലോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തൂകി കൊടുക്കാം. നെയ്യെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഏകദേശം ഇതേ ഒരു അളവിൽ തന്നെ പരത്തിയ ഒരു റൊട്ടിയും കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തണ്ട, കുറച്ചൊന്ന് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് ചപ്പാത്തി ചുടും പോലെ ചുട്ടെടുക്കാം. ഇതുപോലെ ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ദേ കണ്ടില്ലേ, ഇപ്പോൾ സൈഡിൽ നമ്മുടെ 2 റൊട്ടി പരത്തിയതാണിത്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ദേ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് ഇളകി കിട്ടും. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ അകവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, അതായത് അകവും വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ റുമാലി റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഇതുപോലെ തന്നെ മടക്കി നമ്മുടെ കാസ്ട്രോളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പാത്രത്തിലേക്കോ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷവർമയുടെ മെയിൻ അട്രാക്ഷൻ ആയ മയണൈസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയുടെ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞയും എടുക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ അത് എടുത്തിട്ടില്ല. എനിക്കതെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നാറുണ്ട്. പിന്നെ അതിലേക്ക് 2 3 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനൊപ്പം കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. നമ്മൾ ഓയിൽ അത്രയും കുറവ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട്, അതായത് നല്ല കട്ടിക്കാണ് മയണൈസ് കിട്ടുക.
അപ്പോൾ നമുക്ക് ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല, കുറച്ചൊന്ന് ലൂസ് ആവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാലോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് ഞാനിവിടെ സവാളയും ക്യാരറ്റും തക്കാളിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഷവർമയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വെജിറ്റബിൾ ആണ് കാബേജ്, പക്ഷെ ഞാനത് ഇവിടെ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ സോസൊന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മുടെ മയണൈസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ മയണൈസിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കനിലും ബാക്കി വെജിറ്റബിൾസിലും ഒക്കെ നന്നായിട്ട് പിടിക്കൂ. നോർമലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷവർമയിൽ ക്യാരറ്റൊന്നും ആഡ് ചെയ്യാറില്ല, പക്ഷെ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെയല്ലേ ക്യാരറ്റൊക്കെ പോലുള്ള വെജിറ്റബിൾസ് കഴിക്കുള്ളൂ. കിങ്ങിണിക്കുട്ടിക്ക് സാധാരണ ക്യാരറ്റൊന്നും അത്ര വലിയ താല്പര്യമില്ല, ഇഷ്ടമാണ് എങ്കിൽ കൂടി കഴിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവൾ നന്നായിട്ട് കഴിക്കും. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഷവർമ റെസിപ്പിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിനകത്ത് അൺഹെൽത്തി ആയിട്ട് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1.25 കപ്പ് മൈദ മാത്രമാണുള്ളത്. നമ്മുടെ മയണൈസ് വഴിയാണ് ഷവർമ കഴിക്കുമ്പോൾ കൂടുതലായും ഫുഡ് പോയ്സൺ ഉണ്ടാവാറ്. കാരണം പച്ചമുട്ട ചേർക്കുന്നതും അതാ ഒരു ടൈം കഴിഞ്ഞ് കഴിക്കുന്നതും ഒക്കെയാണ്. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത മയണൈസിൽ പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ബോയിൽഡ് എഗ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഫുഡ് പോയ്സൺ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്ന് കരുതി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് നേരം വെച്ചിട്ട് കഴിക്കുകയോ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മുടെ കിങ്ങിണി കുട്ടിക്ക് മയണൈസിനേക്കാളും ഇഷ്ടം ടൊമാറ്റോ സോസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അവളുടെ ഷവർമയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഫില്ലിങ്സും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഷവർമ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അലൂമിനിയം ഫോയിൽ പേപ്പറില്ലേ, അതുപോലെ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ വെറും ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതൊന്നുമില്ലെങ്കിലും നമ്മുടെ മക്കളെല്ലാം നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഈ ഷവർമ കഴിക്കും. അത്രയും നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഷവർമ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.